ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ സ്ഥാപനമാണ് കുടുംബം എന്നത്. നാം എല്ലാവരും ഓരോ കുടുംബങ്ങളിലെ അംഗമാണ്. എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ അതിന് നിർവചിക്കപ്പെടാവുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ്: വിവാഹം, ജന്മം, ദത്തെടുക്കൽ, ഇവയിൽ കൂടിയൊക്കെ അംഗമായിട്ടുള്ള വ്യക്തികളുടെ സമൂഹമാണ് കുടുംബം. പക്ഷെ ഈ കുടുംബത്തിൽ പരസ്പരം നാം ഏറ്റെടുക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം ആണ്. അപ്പം സ്നേഹത്തിൽ കൂടിയും പരസ്പര പ്രതിബദ്ധതയിൽ കൂടിയും വിവാഹമോ ജനനമോ അല്ലെങ്കിൽ ദത്തെടുക്കലോ ഒക്കെ വഴി അംഗമായിട്ടുള്ള വ്യക്തികളുടെ സമൂഹമാണ് കുടുംബം. ഇതിനെ ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടിൽ നമുക്കൊന്ന് സംവദിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കുടുംബങ്ങളെപ്പറ്റി പല തരത്തിലുള്ള തലക്കെട്ട് വാചകങ്ങളുണ്ട്. സാധാരണ ഈ കാലയളവിൽ നമുക്കതിന് ഹാഷ്ടാഗ് എന്നോ ടാഗ് ലൈൻ എന്നോ ഒക്കെ പറയാം. ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെയാണ് നമുക്കിന്ന് മുഖ്യ സന്ദേശം നൽകാനിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നാം എല്ലാവരും പെട്ടെന്ന് കടന്നു വന്നിരിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ തരത്തിലുള്ള ആൻഡ്രോയിഡ് വേർഷനിലൊക്കെയുള്ള മൊബൈലുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന് ഒരു തലവാചകമോ ഒരു ഉപശീർഷകമോ നൽകാൻ ആവശ്യപ്പെട്ടാൽ നാം എന്തായിരിക്കും അതിന് നൽകുക എന്നൊന്ന് ആലോചിക്കണം. എല്ലാ ആളുകളും വളരെയേറെ കാലം കൊണ്ട് പറയപ്പെടുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: കുടുംബം എന്നാൽ ബാക്കി എന്താ? എല്ലാവർക്കും അറിയാവുന്നൊരു വാചകമുണ്ട്. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനോട് ചേർത്ത് വെക്കാവുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറയുന്ന കുടുംബത്തിൻ്റെ തലവാചകം അല്ലെങ്കിൽ ഉപശീർഷകം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കുക. അപ്പം നമ്മുടെ ഭവനങ്ങളിലൊക്കെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ, എല്ലാവരും ഒന്നായി ചേരുമ്പോൾ ഈ പറയുന്ന ഈ വാചകം ചേർത്ത് വെക്കുവാൻ പറ്റുമെങ്കിൽ ആ വാചകം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് പരാമർശിക്കാം. നമ്മൾ പിന്നീട് പറയാറുണ്ട്, ഭൂമിയിലെ എന്താണ് കുടുംബം? ഭൂമിയിലെ പറുദീസയാണ് കുടുംബം എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ഒന്ന് ആലോചിക്കുക. എൻ്റെ കുടുംബത്തോട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ രൂപപ്പെടുന്നത് ഒന്നുകിൽ ഞാൻ വിവാഹം ചെയ്ത് ഒരു ഭവനത്തിലേക്ക് വന്നതാകാം, അല്ലെങ്കിൽ ഞാൻ ജനിച്ച ഒരിടമാകാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട് നമ്മൾ അംഗമായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമെന്നത് കുടുംബമെന്നത് നമുക്ക് നിർവചിക്കാം. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിന് നാം കൊടുക്കുന്ന ഈ വാചകം എന്താണ്? ഭൂമിയിലെ പറുദീസ എന്നത് എൻ്റെ കുടുംബത്തെ പറ്റിയാണ് എങ്കിൽ, കൂടുമ്പോൾ ഇമ്പമുള്ളത് എൻ്റെ കുടുംബത്തെ പറ്റിയാണ് എങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളിൽ പല ആളുകൾക്ക് ഒരുപക്ഷെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടാകും. ഇപ്പോൾ ആളുകൾ ഇത്രയുമുണ്ട്, നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ ആളുകൾ പറയാറുള്ളത് സ്നേഹത്തിൻ്റെ ഇടമാണ് കുടുംബം, ദൈവം വസിക്കുന്ന ഇടമാണ് കുടുംബം, പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഇടമാണ് കുടുംബം. പ്രിയപ്പെട്ടവരെ, നാം 100 വർഷങ്ങൾക്ക് ശേഷം ശ്രീപാദാസ സമൂഹത്തിൻ്റെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ കുടുംബമായി ഈ പരിശുദ്ധ പരമന തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ചേർത്ത് വെക്കാവുന്ന ഏത് ടാഗ് ലൈനാണുള്ളത്, ഏത് ഹാഷ്ടാഗ് ആണുള്ളത് എന്നൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുടുംബം ഇതൊരു സെക്കുലർ ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബന്ധങ്ങൾ അത് ജനനം കൊണ്ടോ വിവാഹം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലോ അംഗമായിട്ടുള്ള വ്യക്തികളുടെ കൂട്ടായ്മയാണ് എന്ത് കുടുംബം. എന്നാൽ ക്രിസ്തീയമായ കുടുംബം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു നിർവചനം കൂടി നാം കേൾക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ക്രിസ്തീയ കുടുംബം എന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യം തന്നെ പറയുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, ഒന്ന് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ മനഃപ്പാഠമാക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുടുംബസംഗമവും പൊതുസമ്മേളനവും അത് കഴിഞ്ഞ് നമുക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാന പൊതികളുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മനോഭാവത്തിലിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ശ്രദ്ധ എപ്പോൾ
പല കാര്യങ്ങളിൽ പോകുന്നു, അവിടെയൊക്കെ തകർച്ചയുണ്ടാകും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, പുറകിലിരിക്കുന്ന വിശിഷ്ട അതിഥികളല്ലാത്ത കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്താണോ പറയുന്നത് അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. മറക്കരുത്, ഞാൻ എന്താണോ പറയുന്നത് അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് കൈ നീട്ടാമോ? വെരി ഗുഡ്. ഈ കൈയൊന്ന് മറിക്കാമോ? വെരി ഗുഡ്. നിങ്ങളുടെ ചൂണ്ടുവിരൽ മാത്രം ഒന്ന് നീട്ടാമോ? യെസ്. അത് നിങ്ങളുടെ തലയിലൊന്ന് തൊടാമോ? എല്ലാവരും കൃത്യമായി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നെറ്റിയിലേക്കൊന്ന് തൊടാമോ? വെരി ഗുഡ്. നിങ്ങളുടെ വലത് ചെവിയിൽ, കുടുംബസംഗമത്തിൽ വന്നിരിക്കുന്ന പലരും ഇപ്പോൾ വലതേതാണ് ഇടതേതാണെന്ന് അറിയാതെ ഇങ്ങനെ സൂര്യൻ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റിയവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ. ശ്രദ്ധിക്കുക. ഒന്നുകൂടി എല്ലാവരും കൈ നീട്ടുന്നു. പുറകിലിരിക്കുന്നവർ നീട്ടുന്നുണ്ടല്ലോ അല്ലേ? കൈ മറിക്കുന്നു, ചൂണ്ടുവിരൽ നീട്ടുന്നു, നിങ്ങളുടെ തലയുടെ മുകളിൽ ഉച്ചയിൽ തൊടുന്നു, നെറ്റിയിൽ തൊടുന്നു, വലത് ചെവിയിൽ തൊടുന്നു, കവിളിൽ തൊടുന്നു. പല ആളുകളും ചുണ്ടത്താണ് കൈവച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കവിളിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവരും ചുണ്ടത്തൊന്ന് മാറ്റി കവിളിലേക്ക് വെക്കൂ. പറ്റിപ്പോയത് എന്താണെന്ന് ഞാൻ ആവർത്തിക്കാം. ഞാൻ ഈ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് മുമ്പ് ഒരു 4 തവണ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ പറയുന്നതേ ചെയ്യാവൂ. ഞാൻ ചെയ്യുന്നത് ചെയ്യണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണെന്നല്ലേ? അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തേനെ? ഞാൻ കവിളെന്ന് പറഞ്ഞിട്ട് ഇല്ലേ, ചുണ്ടത്ത് കൈവച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും എന്താണ് ശ്രദ്ധിച്ചിരിക്കുകയാണ്, ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകളൊക്കെ ഇപ്പോഴും സാധനം മനസ്സിലാകാതെ ഇരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ ക്രിസ്ത്യ കുടുംബം എന്താണെന്ന് ഞാനൊന്ന് പറയാൻ പോവുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ മൈക്കുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണോ ഞാൻ പറഞ്ഞത് അതൊന്ന് തിരിച്ചു പറഞ്ഞ് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്രിസ്ത്യ കുടുംബം എന്നാൽ പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും, എന്താ പറഞ്ഞേ? തിരുമേനി ഇരിക്കുന്നുണ്ടാണ്, സൗണ്ട് കുറവാണ്. എന്താ പറഞ്ഞേ? പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും. രണ്ടാമത് എന്താ പറഞ്ഞേ? സത്യത്തിൽ ഇത്രയും 10,000 ആളുകൾ ഇരിക്കുമ്പോൾ വളരെ ഭക്തിപൂർവമായ സൗണ്ടാണ് കേൾക്കുന്നത്. കുറച്ചുകൂടെ ആവേശമാകാം ഇപ്പോൾ, കാരണം പൊതുസമ്മേളനം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും. ഒന്നുറക്കെ പറഞ്ഞേ. പരിശുദ്ധ റൂഹായുടെ ശക്തിയിലും. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കാണാൻ പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും പരിശുദ്ധ റൂഹായുടെ ശക്തിയിലും. ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ക്രിസ്തീയ കുടുംബം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും, ബാക്കി നിങ്ങൾ പറ, പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും പരിശുദ്ധ റൂഹായുടെ ശക്തിയിലും നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ക്രിസ്ത്യ കുടുംബം. അപ്പം ബന്ധങ്ങൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. അത് ജനനമാകാം, വിവാഹമാകാം, അങ്ങനെയുള്ള ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ക്രിസ്ത്യ കുടുംബം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ കാര്യം ആരെയാണ് ഞാൻ സംബോധന ചെയ്തത്? ആരിൽ നിലനിൽക്കുന്നതാണ്? പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതാണ്. അങ്ങനെ പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്താണത്? എന്താണ്? വിശുദ്ധി. ആ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഭവനത്തിൽ എന്ത് വേണം? നിങ്ങളെല്ലാവരും ഒരു പക്ഷേ എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ, സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? അതുവരെയും നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അതുവരെയും നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ഇരുന്നാണോ നമ്മൾ ചെയ്യാറുള്ളത്? സാധാരണ നമ്മുടെ ക്രിസ്ത്യ ഭവനങ്ങളിലൊക്കെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? വീട്ടിലെ ഗൃഹനാഥൻ പറയും, അല്ലെങ്കിൽ അമ്മച്ചി പറയും, അല്ലെങ്കിൽ പറയാതെ തന്നെ അവിടുത്തെ ആരെങ്കിലും ഒരാൾ നിലത്തൊരു പായ് വിരിക്കും. ആ പായ് വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? നടുവിന് പ്രശ്നമുള്ളവർ അത് കാര്യമാക്കണ്ട കേട്ടോ, നിങ്ങൾ ഏതാണോ സൗകര്യം അത് ചെയ്യുക. എങ്കിൽ തന്നെയും നമ്മൾ സാധാരണ അനുഭവത്തിൽ നിന്ന് കുറച്ചുകൂടി ഉന്നതമായൊരു തലത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭൗമിക അവസ്ഥയിൽ നിന്ന് ഒരുപടി ദൈവത്തോട് അടുത്ത് ചേരുവാൻ വേണ്ടി വിശുദ്ധമായ ഒരിടം ക്രിയേറ്റ് ചെയ്യും, ഒരിടം സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ
ആ വിശുദ്ധിക്ക് ഏറ്റവും ആധാരമായ ഘടകമെന്ന് പറയുന്നത് ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകണം. എന്താണ്? പ്രാർത്ഥനയുണ്ടാകണം. അപ്പോൾ പ്രാർത്ഥനയെപ്പറ്റി എന്താണ് വിശദാംശമായി പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. വേദപുസ്തകത്തിൽ എന്താണ്, പരിശുദ്ധന്മാരെന്താണ് പറഞ്ഞിട്ടുള്ളത്, പൊതുവായ തത്വം എന്താണ്, അതിൽ പരിശുദ്ധ പരമനത്തിനുമേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരുമിച്ച് പറയാം. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹമാണ്. പ്രാർത്ഥന എന്നത് യൗവനത്തിലെ ആഗ്രഹമാണ്. പ്രാർത്ഥന എന്നത് വാർദ്ധക്യത്തിലെ സമാധാനമാണ്. അപ്പോൾ പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ, പ്രാർത്ഥനയില്ലാത്തൊരു വീട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയില്ലാത്ത കുടുംബം, പ്രാർത്ഥനയില്ലാത്ത വ്യക്തി വേരില്ലാത്ത മരം പോലെയാണ്. എ മാൻ വിത്തൗട്ട് പ്രയർ ഈസ് ലൈക്ക് എ ട്രീ വിത്തൗട്ട് റൂട്ട്സ് എന്നാ പറയുക. അപ്പോൾ ആലോചിക്കുക, ചിന്തിക്കുക. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ഭവനമാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം? 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ 100 വർഷത്തിന് ശേഷം നമ്മൾ ഈ ശതാബ്ദി സമ്മേളനത്തിന്റെ സമാപന കുടുംബ സമൂഹത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാകുന്ന വിശുദ്ധിയിൽ എൻ്റെ കുടുംബം നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. ഞാൻ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു. 2 നിർവചനത്തിൽ എന്താ രണ്ടാമത്തെ വരി നമ്മൾ പറഞ്ഞത്? പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും, ബാക്കി എന്താ? ഉറക്കെ ബാക്കി എന്താ? പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭവനങ്ങളിൽ എന്ത് പ്രവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളത്? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, യേശുക്രിസ്തു എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തത്? യേശുക്രിസ്തു ചെയ്ത ഒട്ടനവധി പ്രവൃത്തികൾ നമുക്ക് പരിചിതമാണ്. എന്തൊക്കെയാണ് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ പറയാം. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളിൽ വിശന്നിരിക്കുന്നവർക്ക് എന്തുണ്ട്? ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏതു നിലയിലും ഒരാവശ്യക്കാരന്റെ മുമ്പിൽ ആത്മീയമായി അവനെ ഉയർത്തുവാൻ, ഭൗതികമായി അവനെ ഉയർത്തുവാൻ തക്ക പ്രവൃത്തികളാണ് ആര് ചെയ്തത്? യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി. എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദവാക്യം ഞാൻ പറയാം, റെഫറൻസ് പറയാം, നിങ്ങൾ എല്ലാവരും പറയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 എന്താ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പക്ഷെ 3:17 എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, ലോകത്തെ ബാക്കി എന്താ? രക്ഷിക്കുവാനാണ്. അപ്പോൾ പുത്രന്റെ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പുത്രന്റെ പ്രവൃത്തി രക്ഷ നൽകുക എന്നുള്ളതാണ്. അങ്ങനെ രക്ഷ നൽകിയ ഏറ്റവും ചരിത്രപരവും ഏറ്റവും ആത്മീയപരവും ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്ത്? ചരിത്രത്തിലും ഇടം നേടി നമ്മുടെ വിശ്വാസത്തിലും ഇടം നേടിയ ഏറ്റവും വലിയ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതും. അപ്പോൾ നാം ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ ഏത് ഭാഗമാണുള്ളത്? അവൻ ലാസറിനെ ഉയർപ്പിച്ചു. അച്ഛാ, ഞങ്ങൾക്ക് ആർക്കും മരിച്ചൊരാളെ ഉയർപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരാൾക്ക് ജീവൻ നൽകുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെ ജീവൻ നൽകുവാൻ സാധിക്കും? കടബാധ്യതകൾ കൊണ്ടോ മാനസിക പ്രയാസങ്ങൾ കൊണ്ടോ ഒരാത്മഹത്യയുടെ വക്കിലിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മുടെ ഉപദേശമോ നിർദ്ദേശമോ സഹായമോ അവന്റെ കൈക്ക് പിടിച്ച് കുറെ നേരം ഒന്ന് നടന്ന് അതൊന്ന് കേൾക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴോ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരാൾക്ക് ജീവന്റെ പ്രകാശത്തിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരും. ആലോചിച്ചു നോക്കുക, യേശുക്രിസ്തുവിന്റെ ഏതുതരം പ്രവൃത്തിയാണ് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത് എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. 3-ാം ഭാഗത്തിലേക്ക് വളരെ പെട്ടെന്ന് ഞാൻ കിടക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇതുവരെയും എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിക്ക് തുല്യമായി വെളിച്ചം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, സഹായിക്കുന്ന, കേൾക്കുന്ന, ഒപ്പം നടക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. 3-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കിടക്കുകയാണ്. ലഭിച്ചിരിക്കുന്ന സമയത്തെ പറ്റി കൃത്യമായ ബോധ്യം എനിക്കുണ്ട്, അതനുസരിച്ച് ഞാൻ നിർത്തും. 3-ാമത്തെ എന്താണ് നമ്മുടെ നിർവചനത്തിൽ? 3-ാമതായി ആരെയാണ് സംബോധന ചെയ്യുന്നത്? 2 ഞാൻ പറയാം, 3-ാമത്തെ നിങ്ങൾ പറയണം. പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും
പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിന്റെ, എൻ്റെ കുഴപ്പമാണോ നിങ്ങൾ പറയാത്തതാണോ? അല്ല, എൻ്റെ കുഴപ്പമാണോ നിങ്ങൾ പറയാത്തതാണോ? ശക്തിയിലും നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ബന്ധങ്ങളുടെ കൂട്ടായ്മ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കുക, വളരുക? പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേർ ജീവനോടുണ്ട്, മരിച്ചവരുണ്ട് എന്നൊന്ന് ഒന്ന് 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 ആത്മവിചിന്തനം ചെയ്യാൻ പോവുകയാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മരിക്കും. നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജഡമനുസരിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ മരിച്ചവരാണ്. അപ്പോൾ എന്താ ജഡമനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡത്തിന്റെ പ്രവൃത്തികളെ പറ്റി നമ്മളൊന്ന് അറിയണം. നമുക്കറിയാം എന്താ ജഡിക പ്രവൃത്തികൾ. ജഡിക പ്രവൃത്തികൾ കോപം, പിന്നെ എന്തൊക്കെയാണ് ജഡീക പ്രവൃത്തികളെ പറ്റി നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, വിദ്വേഷം, ഇല്ലേ? ഇവയൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളാണ്. നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വല്ലാതെ കോപിക്കുകയും അത് ഇതുവരെയും നിലനിർത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ എന്താണ്? മരിച്ചവരാണ്. നിങ്ങൾക്ക് വല്ലാതെ ക്രോധമുണ്ട്, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് പകയുണ്ട്, നിങ്ങൾക്ക് പിണക്കമുണ്ട്, അത് കുടുംബത്തിൽ തന്നെ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ ഈ വക കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പൊ നമ്മളെല്ലാം സത്യത്തിൽ മരിച്ചവരാണോ? അതോ ഭൗതികമായി നമുക്കൊക്കെ ജീവനുണ്ട്, പക്ഷേ ക്രോധമുള്ളവരാണ്? ഇപ്പോഴും ഇവിടെ വന്നിരുന്ന് ശ്രീബാദാസ സമൂഹത്തിൽ പ്രവർത്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥനാക്കൂട്ടത്തിൽ പോകുന്ന ആളോട് നമ്മൾ ദേഷ്യം വെച്ച് പുലർത്തുന്നവരിവിടെ ഉണ്ടാകാം. പക, പിണക്കം, മദ്യപാനം, അസൂയ, വെറിക്കൂത്ത്, ഇവ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചത്തവർ മാത്രമല്ല, നമ്മൾ ചത്ത് ചീഞ്ഞ് നാറിയിരിക്കുന്നവരാണല്ലേ. കാരണം ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ നമ്മളിലുണ്ട്. കോപവും ക്രോധവും പകയും പിണക്കവും ജാരശങ്കയും മദ്യപാനവും വെറിക്കൂത്തും, ഇതൊക്കെ അതിൻ്റെ ഒരു 100 ലെവലിൽ 100% മുകളിലുള്ളവരാണ്. അപ്പം നമ്മൾ മരിച്ചവർ മാത്രമല്ല, മരിച്ച എത്രയോ ദിവസം പഴകിയ ആളുകളാണ്. പക്ഷെ വേദപുസ്തകം പറയുകയാണ്, എന്നാൽ ശ്രദ്ധിക്കണേ, ആത്മാവിൽ നിങ്ങൾ ജഡീകതയെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടുകളിൽ നല്ല മീൻകറി വെക്കുന്നവരാണ് നിങ്ങൾ, ഒരു സംശയമില്ല. മീൻകറി വെച്ച് കഴിയുമ്പോൾ സാധാരണ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തത്തിന്റെ സവിശേഷത അവർക്കുണ്ട്. എന്താണെന്നറിയാമോ? മീൻകറി എല്ലാം വെച്ച് കഴിയുമ്പോൾ അവസാനം ഒന്ന് ഉപ്പ് നോക്കുമില്ലേ? ഉപ്പ് നോക്കും. അപ്പൊ നിങ്ങൾ അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നന്നായി മീൻകറി വെക്കുന്നവർ ഉപ്പ് നോക്കുന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ ചട്ടിക്കകത്ത് തവിയിട്ടൊന്ന് ഇളക്കി, ഇല്ലേ, അതൊന്ന് ഒരല്പം ഒരു തുള്ളി കിട്ടത്തക്ക രീതിയിൽ ഒന്ന് പൊക്കിയെടുത്ത്, ഇല്ലേ, ഒന്ന് കൈ വെള്ളയിലോട്ട് വെച്ച് ഒന്ന് ഊതി, പിന്നെന്ത് ചെയ്യും? ഒന്ന് നക്കി പെട്ടെന്നൊരു കാര്യം കൂടെ ചെയ്യും. അതിലാണ് നിങ്ങൾ രുചി അറിയുക. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ അറിയുന്നത് അടുത്ത ആ ഒരു എന്ത് ചെയ്യുന്നു അതിലാണ്. നമ്മളൊന്ന് നക്കി, അതായത് ടേസ്റ്റ് ഒന്ന് നോക്കി, ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അത് നമ്മുടെ കുപ്പായത്തിലൊന്ന് തൂക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് അല്പം ഉപ്പൂടെ ചേർന്നത് നല്ലത്. ചിലപ്പോൾ മനസ്സിലാകും ഉപ്പ് കൂടിപ്പോയി, അച്ഛൻ ഇന്നായിരുന്നു ഭക്ഷണമെങ്കിൽ ഇത് അച്ഛന് കൊടുക്കാമായിരുന്നു, ഇല്ലേ, ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ ഇത് ആർക്കും കൊടുക്കാൻ പറ്റാത്തതുപോലെ ഉപ്പ് കൂടിപ്പോയി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരോട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഉത്തരം പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും നിങ്ങളാണ് വീട്ടിൽ മീൻകറി വെക്കുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ട് സ്ത്രീകളായ ആളുകൾ ഉത്തരം പറഞ്ഞേ, അങ്ങനെ മീൻകറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം അച്ചായൻ തിന്ന് തീർക്കും, അങ്ങനെയാണോ? അല്ല. എന്താണ് എന്തെങ്കിലും ഉത്തരം? എന്താണ്? മീൻകറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ എവിടെന്നെങ്കിലും ഉത്തരം കിട്ടട്ടെ. തെറ്റിയാലും ശരി, എന്താ? തേങ്ങാപ്പാൽ ഒഴിക്കും. ഒരു ഉത്തരം കിട്ടി, തേങ്ങാപ്പാൽ ഒഴിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്കുള്ള അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അല്പം പിശുക്കുള്ള ആളുകളാണെന്ന് മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പറയാത്തതാണെന്ന് തോന്നുന്നു, അതോ പറഞ്ഞത് ഞാൻ കേൾക്കാത്തതാണ്. എന്തും ആയിക്കോട്ടെ, അല്പം തേങ്ങാപ്പാൽ ഒഴിക്കാം. ചില ആളുകൾ പറയും അല്പം തക്കാളി അതിനകത്ത് ഇടാം. ചില ആളുകൾ അല്പം വെള്ളം ഒഴിച്ച് നീട്ടാം. എല്ലാം ഓക്കെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ്റെ വീട്ടിൽ അച്ഛനാണോ മീൻകറി വെക്കുന്നതെന്ന് വിചാരിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വെക്കുന്നത്. ഓക്കെ,
പക്ഷെ ഞാനിവിടെ പറഞ്ഞെന്താണെന്ന് അറിയാമോ? മീൻ കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഉപ്പിന്റെ അംശം കുറയുമെന്നും രുചികരമാകുമെന്നും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പരസ്പരം പക വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊഴിച്ചാൽ പകയില്ലാതാകും? തേങ്ങാപ്പാൽ, ഉരുക്ക് വെളിച്ചെണ്ണ, തക്കാളി പിഴിഞ്ഞിട്ടാൽ? ഇല്ല. നമുക്കറിയാം, പകയാണ് നമ്മുടെ കുടുംബത്തിൽ മുകളിൽ നിൽക്കുന്നതെങ്കിൽ, ദേഷ്യമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മുകളിൽ നിൽക്കുന്നതെങ്കിൽ, പരസ്പരമുള്ള വിദ്വേഷമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മുകളിൽ നിൽക്കുന്നതിൽ, അതിലെന്ത് കലർത്തിയാൽ അതില്ലാതാകും? സ്നേഹം കലർത്തിയാൽ ഇല്ലാതാകും, ക്ഷമ കലർത്തിയാൽ ഇല്ലാതാകും. അപ്പോൾ നിങ്ങൾ ജഡീക പ്രവൃത്തികളിലാണ് ജീവിക്കുന്നതെങ്കിൽ മരിക്കും, എന്നാൽ ആത്മാവിന്റെ ഫലത്താൽ ജഡീകതയെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. ഞാൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവരായിരിക്കണം നാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ മക്കൾ തമ്മിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ തമ്മിൽ പക, പിണക്കം, ജഡീക പ്രവർത്തികൾ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ അവിടെ ചെന്നിട്ട് ആർക്കാണോ, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ഒന്ന് ക്ഷമിച്ചുകളാ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ച് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളാരും എന്ത് ചെയ്യുന്നില്ല? ഈ ആത്മാവിന്റെ ഫലങ്ങളെ കലർത്താൻ ശ്രമിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന, നിലനിൽക്കുന്ന, വളരുന്ന കുടുംബമാണ് ക്രിസ്തീയ കുടുംബം. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തീയ കുടുംബം എന്നാൽ ഒന്ന് പറഞ്ഞേ, പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയിലും പുത്രനാം ദൈവത്തിന്റെ പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ക്രിസ്തീയ കുടുംബം. ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചൊരു കുടുംബമുണ്ട്. അതേത് കുടുംബമാണ്? ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച കുടുംബം. നമ്മൾ ആലോചിക്കുകയാണ്, ഒരാൾ പോലും എൻ്റെ കുടുംബം എന്ന് പറയുന്നില്ല. നമ്മൾ ആലോചിക്കുകയാണ്, അത് ആദമിന്റെ കുടുംബമാണോ, അതോ മോശയുടെ കുടുംബമാണോ, അത് അബ്രഹാമിന്റെ കുടുംബമാണോ, ആരുടെ കുടുംബമാണ് എന്ന് നമ്മൾ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ആര് സ്ഥാപിച്ചതാണ്? ദൈവം സ്ഥാപിച്ച കുടുംബമാണ്. പക്ഷേ വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ കുടുംബം എന്ന് പറയുന്നത് ആരുടെ കുടുംബമാണ്? ആരുടെ കുടുംബമാണ്? ആദമിന്റെ ഹവ്വയുടെയും കുടുംബം. ആ കുടുംബത്തിന്റെ പ്രത്യേകത, ആ കുടുംബം ദൈവം നേരിട്ട് സ്ഥാപിച്ച കുടുംബമാണ്. നമ്മുടെ കുടുംബമോ പുരോഹിതനിൽ കൂടി ദൈവം നേരിട്ട് സ്ഥാപിച്ച കുടുംബമാണല്ലേ. പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പുരോഹിതൻ പറയുക, ആദ്യത്തെ ജീവിതത്തിൽ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്നതും വർഷങ്ങൾ കഴിയുമ്പോൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഒരു സന്ദർഭമുണ്ട്. എന്താണ്? നമ്മുടെ കൈ പിടിച്ച് അങ്ങേരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, ഇനിയും നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മളിൽ ഇല്ലേ എന്ന് പറയുന്നൊരു സന്ദർഭം. പക്ഷെ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബമാണ്. ആരുടെ കുടുംബം പോലെ? ആദമിന്റെ ഹവ്വയും പോലെ. പക്ഷെ അനാവശ്യമായി പോയി ആപ്പിൾ പറിക്കാതിരുന്നാൽ മതി. അനാവശ്യമായി പോയി എന്ത് ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണ് കുടുംബം ഇല്ലാതാകാതിരുന്നാൽ മതി. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ കുടുംബം ദൈവം സ്ഥാപിച്ച കുടുംബം, ആദമിന്റെ ഹവ്വയുടെയും കുടുംബം. രണ്ടാമത്തെ കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ കുടുംബം എന്നാൽ ആ കുടുംബം ദൈവം സ്നേഹിതനായിട്ടുള്ളൊരു കുടുംബമാണ്. ആരുടെ കുടുംബമാണ് അത്? ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബം അബ്രഹാമിന്റെ കുടുംബമാണ്. ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബം. അതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവിക പുരുഷന്മാരെ കണ്ടപ്പോൾ ഇത് അവരെ സ്വീകരിക്കാനും അവർക്ക് ആതിഥ്യ മര്യാദയോടെ അവരെ ഉൾക്കൊള്ളാനും സാധിച്ചു. അബ്രഹാമിന്റെ കുടുംബം ലോകത്തിലെല്ലാ കുടുംബത്തിന്റെയും തലവനായി, തലതൊട്ടപ്പനായി അബ്രഹാം നിലനിൽക്കുകയാണ്. കാരണം ഈ ഒറ്റ കാരണമേ ഉള്ളൂ, അബ്രഹാമിന്റെ കുടുംബം ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് നമ്മളുടെ കല്ലറയുടെ മുമ്പിൽ നമ്മുടെ കൊച്ചുമക്കളൊക്കെ വന്ന് ഒരു തിരി കത്തിച്ച് അവിടെ കൈകൂപ്പി പ്രാർത്ഥിച്ച് നമ്മുടെ മധ്യസ്ഥത നമുക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ നാം ദൈവം സ്നേഹിതരായിട്ടുള്ള കുടുംബത്തിന്റെ അംഗമാകണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ബാക്കി നമുക്കറിയാം. വീടിന്റെ കട്ടളപ്പടിയുടെ മുമ്പിൽ നമ്മൾ ആണിയടിച്ചു വെക്കും. എന്താണ്? ക്രിസ്തു ഈ വീടിന്റെ നായകനെന്നൊക്കെ നമ്മൾ ആണിയടിച്ചു വെക്കും. പക്ഷേ കുടുംബത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബമല്ല എങ്കിൽ നമ്മുടെ കുടുംബം ഒരു വീടായി, അതിലെ ആരൊക്കെയോ ആയി നമ്മളിങ്ങനെ പോകും. ഒരു ഭവനത്തിലെ അംഗങ്ങൾ നമ്മളാകില്ല. ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബമാണ് ആരുടെ കുടുംബം? അബ്രഹാമിന്റെ കുടുംബം. അടുത്തൊരു കുടുംബത്തെ പറ്റി ഞാൻ പറയും. രണ്ട് കുടുംബം കൂടെ പറഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.
പ്രതിസന്ധികളുടെ നടുവിൽ കറ പുരളാതെ ജീവിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. ആരാണത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം ആകാശത്ത് താഴെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ വല്ലാതെ വിഷമിച്ച, സങ്കടപ്പെട്ട, നിരാശപ്പെട്ട ഒരേ ഒരു കാര്യം, ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയല്ലോ. ദൈവത്തിന് ഭയങ്കര നിരാശയായിപ്പോയി. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് വന്നപ്പോൾ സംഘാടകരായ ആളുകൾക്ക് വളരെ സന്തോഷമാണ്. ഈ കസേരകളൊക്കെ കാലിയായി കിടന്നിരുന്നെങ്കിലോ? എല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, കുർബാന കഴിഞ്ഞു, കൊടിയേറ്റ് കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആരുമില്ലെങ്കിൽ അവർ നിരാശപ്പെടും. എന്തായാലും നിങ്ങൾ എല്ലാവരും തക്ക സമയത്ത് വന്നുകൊണ്ട് നിരാശയില്ല. ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ നിരാശ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവം നോക്കിയപ്പോൾ നിരാശപ്പെട്ടു, മനുഷ്യനെ ഉണ്ടാക്കിയല്ലോ. പക്ഷെ ദൈവം നീതിമാനായ ഒരാളെ കണ്ടു. ആ ആളാരായിരുന്നു? നോഹ. നീതിമാനായ നോഹയുടെ കുടുംബം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എല്ലാവരെയും ദൈവം തകർത്ത് കളഞ്ഞപ്പോൾ, ഈ ഭൂമിയെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം നോഹയുടെ കുടുംബത്തെ നിലനിർത്തി. കാരണം ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബത്തിന്റെ അംഗങ്ങളായി ഞാനും നിങ്ങളും നിലനിൽക്കുമ്പോൾ അവിടെ നീതിമാന്മാരില്ല എങ്കിൽ ഒരുപക്ഷെ ചാഞ്ചാട്ടവും പ്രശ്നമൊക്കെ ഉണ്ടാകാം. എന്നാൽ ദൈവം നോഹയെ രക്ഷിച്ചപ്പോൾ നോഹ ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി. വാട്സാപ്പിൽ എല്ലാവർക്കും മെസ്സേജ് ഇട്ടോ? ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ പെട്ടകത്തിന്റെയും കുടുംബത്തിന്റെയും പടമിട്ട് പോസ്റ്റ് ചെയ്തോ? ഇല്ല. നോഹ ആദ്യം ചെയ്ത്, അതാണ് ആദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നോഹ ആദ്യം ചെയ്ത് എന്താണ്? നോഹ ആദ്യം ചെയ്ത് പെട്ടകത്തിന് വെളിയിലിറങ്ങി ദൈവത്തിന് യാഗമർപ്പിച്ചു. നോക്കുക, കുടുംബ ബന്ധങ്ങളിൽ, കുടുംബത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി ചെയ്യേണ്ടുന്നത് ദൈവത്തിന് ആരാധന കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ദൈവം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും. അങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദിയോടെ ഒരു യാഗമർപ്പിച്ചില്ല എങ്കിൽ, പ്രാർത്ഥന അർപ്പിച്ചില്ല എങ്കിൽ നമ്മൾ നല്ല ക്രിസ്തീയ കുടുംബത്തിലെ അംഗങ്ങളല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കറ പുരളാതെ ജീവിച്ച നോഹ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന് യാഗമർപ്പിച്ചു. മൂന്നാമതായി ഒരു കുടുംബം പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ കുടുംബം, അത് തിരുകുടുംബമാണ്. അവിടെ ആരൊക്കെയുണ്ട്? മറിയമുണ്ട്, ജോസഫുണ്ട്, യേശുവുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ മറിയമുണ്ടോ? ചൊല്ല് തന്ന് വളർത്തുന്ന ഒരമ്മയാണ് നിങ്ങൾ, അതാണ് മറിയം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവവചനത്തെ അതേപടി സ്വീകരിക്കുന്ന ഒരു മറിയമുണ്ടോ? മറിയം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കുമാകാം, ജോസഫ് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കുമാകാം. നമ്മുടെ കുടുംബത്തിലൊരു മറിയമുണ്ടെങ്കിൽ, എല്ലാം സഹിക്കുന്ന, ദൈവിക പദ്ധതികളെ ഏറ്റെടുക്കുന്ന, ചൊല്ലോടെ വളർത്തുന്ന, ദൈവാശ്രയ ബോധത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മറിയമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവും തിരുകുടുംബമാകും. നിങ്ങളുടെ കുടുംബത്തിലൊരു ജോസഫ് ഉണ്ടോ? എന്താ ജോസഫിന്റെ പ്രത്യേകത? ജോസഫ് നീതിമാനായിരുന്നു. മറിയത്തെ ഒരു തരത്തിലും മോശക്കാരിയാക്കാൻ ജോസഫ് ശ്രമിച്ചില്ല. ജോസഫ് നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു. അവന് ഒരുക്കാൻ അറിയാമായിരുന്നു, ഇല്ലേ? അവന് തട്ടിക്കുട്ടി നല്ല ഉരുപ്പടികൾ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ ഉൾപ്പെടെ, മുതിർന്നവരുൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, പുരുഷന്മാർ ഉൾപ്പെടെ, യുവാക്കൾ ഉൾപ്പെടെ, യുവതികൾ ഉൾപ്പെടെ, എൻ്റെ വീട്ടിലെ ജോസഫ് ഞാനാണ് എന്ന് പറയാൻ, എൻ്റെ വീട്ടിലെ മറിയം ഞാനാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആരായിരിക്കും? യേശുവായിരിക്കും. പക്ഷേ എപ്പോഴും കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന യേശു മാത്രം ആയ പോരാ, നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്ന ഉദ്ധിതനായ യേശുവും. അപ്പോൾ യേശുവിൻ്റെ ചെറുപ്പം മുതൽ യേശു ഇപ്പോഴും നമ്മുടെ ദൈവം നമ്മോടൊപ്പമുള്ള ഈ പ്രസൻസ്, എൻ്റെ കുടുംബത്തിലെ ക്രിസ്തുവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കുടുംബം തിരുകുടുംബമാണ്. ഞാൻ ചില സന്ദർഭങ്ങളിൽ അവിടുത്തെ യേശുവായി മാറും. ചില സന്ദർഭങ്ങളിൽ എൻ്റെ റോൾ അവിടുത്തെ മറിയമാണ്. ചില സന്ദർഭങ്ങളിൽ എൻ്റെ റോൾ അവിടുത്തെ ജോസഫാണ് എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബം തിരുകുടുംബമാണ് എന്ന് സാക്ഷിക്കുവാൻ പറ്റുന്ന ആളുകളായി മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, പുത്രൻ്റെ പ്രവൃത്തിയിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന കുടുംബമാകുക. ഫാമിലിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? FAMILY. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളെ, നിങ്ങളുടെ അമ്മമാർ ഇവിടെയോ വീട്ടിലോ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് ഓർത്തുകൊള്ളുക. ഇനി മുതിർന്ന ആളുകളും അവരുടെ മാതാപിതാക്കളെ ഒന്ന് ഓർത്തുകൊള്ളുക. ഒരു കുടുംബത്തിൽ നമ്മളൊക്കെ ഉണ്ടായത് നമ്മുടെ മാതാപിതാക്കൾ
നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് എല്ലാം തന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു കൊള്ളുക, ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടി ഇങ്ങനെ പറയാറുണ്ട്. ഫാമിലിയിലെ എഫ് എന്നാൽ ഫാമിലിയിലെ ഫാദറാണ്. ആൻഡ് മദർ, ഫാമിലി മറ്റാരുണ്ട്? ഒരമ്മയുണ്ട്. അപ്പോൾ ഫാദർ ആൻഡ് മദർ, പിന്നുള്ള അക്ഷരം ഏതാണ്? FAMI. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഞാൻ തന്നെയാണ്. പിന്നെ 2 അക്ഷരങ്ങളാണുള്ളത്. ഏതാണ്? എൽ. എൽ ഫോർ A ഫോർ ആപ്പിൾ. L ഫോർ ലവ്. ഫാദർ ആൻഡ് മദർ, ഐ ലവ്. അവസാനത്തെ അക്ഷരം യു. അപ്പനെയും അമ്മയും ഉൾക്കൊള്ളുന്ന, സ്നേഹിക്കുന്ന, അവരെ കൈക്കൊള്ളുന്ന, അവരുടെ മനോവിഷമങ്ങൾ അറിയുന്ന, അങ്ങനെയുള്ള, അത് മുതിർന്നവരും ചെറുപ്പക്കാരും ഒക്കെ ആകട്ടെ, എല്ലാവർക്കും മാതാപിതാക്കളുണ്ടല്ലോ. അപ്പോൾ ഫാമിലി എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരു കുടുംബമായി തീരട്ടെ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ പ്രധാനമായും പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചു. ഒന്ന്, കുടുംബമെന്നാൽ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ബന്ധങ്ങൾ കൊണ്ട്, സ്നേഹം കൊണ്ട്, പരസ്പര പ്രതിബദ്ധത കൊണ്ട്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടി ഒന്നായി തീരുന്ന കുടുംബം. അങ്ങനെയുള്ള കുടുംബമാണ് നമ്മുടേത്, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നത്. പക്ഷേ നമ്മുടെ കുടുംബം കുറച്ചുകൂടി അതിനൊരു ഒരു ഒരു ഉയർന്ന പദവിയുണ്ട്. നമ്മുടെ കുടുംബം ക്രിസ്തീയ കുടുംബമാണ്. ക്രിസ്തീയ കുടുംബം എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയിലും പുത്രൻ്റെ പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്ന ബന്ധങ്ങളുടെ കൂട്ടായ്മയാണ്. ദൈവം സ്ഥാപിച്ച കുടുംബമാണ് എൻ്റെ കുടുംബം. ദൈവം സ്നേഹിതനായിട്ടുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം. പ്രതിസന്ധികളിൽ പാപം കൂടാതെ ജീവിക്കുന്ന, ദൈവം എന്നെ കാത്തുകൊള്ളുമ്പോൾ ദൈവത്തിന് ആദ്യമേ പ്രാർത്ഥന അർപ്പിക്കുന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. ഒരു ജോസഫും മറിയമും ഒരു യേശു ക്രിസ്തുവും ഒരുപോലെ ഞാൻ തന്നെയാകുന്ന കുടുംബമാണ് എൻ്റെ കുടുംബം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന്